ലോകത്തിലെ ഏറ്റവും വലിയ പൂരി. വലിയതായിട്ട് പൊന്തണം നല്ല പ്രാർത്ഥിച്ച്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു മകനെ. എണ്ണ അമ്മയായിട്ടാണ്. എണ്ണ ഇത്രയും കൂടി ഉണ്ടെങ്കിലല്ല പൊളിക്കും. നോക്കൂ കുട്ടികളെ, നോക്കൂ. ഷോർട്സ് കണ്ടവർക്ക് അറിയണ്ടാവും, ഇത് കുറെ ദിവസം മുന്നേ എടുത്തൊരു ലോങ് വീഡിയോ ഭാഗങ്ങളാണ് കേട്ടോ. എനിക്കത് ഗാലറി കിടക്കണുണ്ടപ്പോ ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് തട്ടിക്കൂട്ടി ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഭൂരി ആയിരുന്നില്ല, ഭട്ടൂരി ആയിരുന്നു. ഞാൻ ഷോർട്സ് വീഡിയോയിൽ തെറ്റിച്ചിട്ട് ഭൂരി എന്ന് പറഞ്ഞാലും പോരാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭൂരി കഴിച്ചു, ഭൂരി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് ഭൂരിയല്ല, ഭട്ടൂരിയാണ് കേട്ടോ. കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പേരൊക്കെ. ഭട്ടൂരി ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കി അറിയണ്ടായിരുന്നില്ല. എന്നുവെച്ചാ ഇത് ഒരു 4 ആക്കി മുറിച്ചിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോഴാണ് അത്ര എന്റെ ഒരു കറക്റ്റ് വലിപ്പവും രൂപവും ഒക്കെ കിട്ടുന്നത്. ഞാനിത് ഭൂരിയാന്ന് ഓർത്തല്ലേ ചുട്ടെ. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങടായി. ഹാപ്പി ഹാപ്പി. ഇതിപ്പോ അച്ചൂസിന്റെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. എപ്പോഴും ഐ എം ഹാപ്പി, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം പീസ്ഫുൾ, ഐ എം കോൺഫിഡന്റ്, അങ്ങനെയൊക്കെ അവൻ പറയാറുണ്ട്. നമ്മളടുത്ത് ചോദിക്കുകയും ചെയ്യും, ഹാപ്പി അല്ലേ, കോൺഫിഡന്റ് അല്ലേ എന്നൊക്കെ. ഞാൻ പറയാറില്ലേ, ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കാണാറുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകളാണ് അതൊക്കെ. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ സത്യമായിട്ട് വരുന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞേട്ടോ. ചമ്പയ്ക്കും നമുക്ക് രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറി തന്നെയായിരുന്നു. അത് അങ്ങോട്ട് വെച്ച് ഒപ്പിച്ചു എന്ന് പറയാ. ചമ്പയ്ക്കും രാവിലേക്കും ഈ ചിക്കൻ കൊണ്ട് വൈകുന്നേരത്തേക്ക് വല്ല ഇലക്കറിയോ മോരോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ വെച്ചാലേ ഇതൊക്കെ ചൂടാണ് ശരീരത്തിന്. ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, മുട്ട, അതുപോലെ ചൂടുള്ള പലതും കഴിക്കുമ്പോൾ വയറിനും മൊത്തത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താന്ന്. നമുക്ക് ചില അസുഖങ്ങൾ പറയാനും ഡോക്ടറെ അടുത്ത് പോയി കാണിക്കാനോ അടക്കം നമുക്ക് മടിയാ. ആ കാരണങ്ങൾ കൊണ്ട് ഏറെ സ്ത്രീകള് കുറേയേറെ കാര്യങ്ങൾ ഒതുക്കി വെക്കും, എന്നിട്ട് ഇങ്ങനെ വേദന സഹിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ഞാനും അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനിപ്പോ പോകുന്ന ഒരു ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി ട്രാക്കാണ്. നമുക്കങ്ങനെ ഒന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ തോന്നില്ല. അത് എന്താണ് പരിഹാരം, എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിക്ക് വരും. പറഞ്ഞു വരണത് മുന്നത്തെ ഞാനല്ല, ഇപ്പോഴത്തെ ഞാൻ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നല്ല നല്ല കുറെ മാറ്റങ്ങൾ. അപ്പൊ അതെനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം തോന്നി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയണ്ടേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് കൂട്ടത്ത് കാണിക്കാം. കുട്ടികളെ, ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ മേടിച്ച ഊഞ്ഞാൽ. കണ്ടു അങ്ങനെ പോയിട്ടോ പേരമ്മ. ഇങ്ങനെ ഇത് നമുക്ക് ടി വി കാണാം. പിന്നെ വൈകുന്നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് യോഗ ചെയ്യാം. യോഗ ഉണ്ട്, മെഡിറ്റേഷൻ ചെയ്യാം. ചുമരുമ്പോ ചവിട്ടി ചളിയോ പ്രശ്നമുള്ളൂ. ഈ ഒരു പുറത്തും ഈ ഒരു പുറത്തും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഊഞ്ഞാല് വേണമെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് എന്തായാലും ടാഗ് ചെയ്യുന്നുണ്ട്. ചെറിയ റേറ്റിൽ നല്ല അടിപൊളി ഊഞ്ഞാൽ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ മാത്രം ആടണ്ട. എന്താ ഇപ്പൊ നമ്മളെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അങ്ങടെ ആടിയാല് സൂപ്പർ ഊഞ്ഞാലാണ് കേട്ടോ. ഞാനിവിടെ ടാഗ് ചെയ്യാം. ഷോർട്സിലൊക്കെ ഈ ഊഞ്ഞാല ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വേറെയും കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനേക്കാൾ റേറ്റ് കൂടിയതും റേറ്റ് കമ്മിയായതൊക്കെ ഉണ്ട്. ഇതെനിക്ക് കുഴപ്പമില്ല തോന്നി. ഇനി ഇരിക്കുന്ന ഭാഗത്ത് വേണേ ചെറിയ കുഷൻ പോലെയുള്ള എന്തെങ്കിലും തലണയോ അങ്ങനെ മറ്റോ വയ്ക്കുവാണെ ഇത്തിരി കൂടി നല്ലതായിരിക്കും. ആ ഒരു ഏരിയാസിൽ ഇരിക്കുന്ന ഒരു ഭാഗത്ത് ഇത്തിരി വീതി കുറവുണ്ട്. കുട്ടികൾക്ക് കറക്റ്റാണ്, നമ്മൾക്ക് വലിയവർക്ക് നമ്മളിരിക്കുമ്പോ അങ്ങനെ ചെയ്താൽ മതി. എന്തൊക്കെ നോക്കിയ എന്താ ഏട്ടൻ രാവിലെ നേരത്തെ പോയല്ലേ. ഏട്ടനെ കണ്ടപ്പോ വെറുതെ കുറച്ചു നേരം പഞ്ചാര അടിച്ചതാണ് കേട്ടോ. ഏട്ടൻ എന്നല്ല, ഞാൻ അങ്ങട് നമ്മളൊക്കെ പാര് പഞ്ചാര അടിക്കാനാണല്ലേ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ഒരു കൊളാബ് വർക്കിന്റെ ആയിരുന്നു. അപ്പൊ അതിന് ഏട്ടമ്മയുടെ ഉടക്കി കയറിയതാ. അപ്പൊ ഏട്ടമ്മയുടെ വീടിന്റെ പിന്നിലുണ്ടല്ലോ നല്ലോണം തോനെ പീലിയുള്ള ഒരു മയില്. കുറച്ചേരം അതിനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ വേഗം അടുത്ത ഡ്രസ്സും മാറി നമ്മൾ പെരുന്തമണക്ക് വിട്ടു കേട്ടോ. ബസ്സിനാ പോയത്. ഞാനും ആദ്യം അച്ഛനും കൂടെ. നെസ്റ്റോ വരെ ഒന്ന് പോയാണ്. ഇന്നാളൊരു സോൾ ഇന്നെ നെസ്റ്റോക്ക് കൊണ്ടുവന്നൂലോ. ഉണ്ണിയോള് നെസ്റ്റോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ
എന്തായാലും കല്യാണമൊക്കെ വരാൻ പോവല്ലേ, അവർക്ക് പാന്റ് ഒക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ റേറ്റ് കമ്മിയില് പാന്റുകളും കണ്ടായിരുന്നു. അപ്പൊ എന്നാ ഉണ്ണിയോക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ എടുക്കാലോ, ഓൾക്ക് ഇവിടെ നിന്ന് കാണും ചെയ്യാലോ എന്ന് ഓർത്തിട്ട് പോകുന്നതാണ്. മുന്നേക്കെ ഞാൻ ഓർത്തായിരുന്നേ നെസ്റ്റോ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ ഭയങ്കര റേറ്റ് ആവും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും മേടിക്കാൻ എത്തൂലാന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോ പുറത്തൊക്കെ തുണിക്കടയിലൊക്കെ പോലേ അതേ കൂട്ടന്നെ അതിനേക്കാളും ഓഫറിലും ചില സമയത്ത് കിട്ടുന്നുണ്ട്. എന്റെ ആദ്യക്ക് റിസപ്ഷൻ ഉണ്ടാകുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ചൂസിനുള്ളത് കിട്ടിയില്ല. അതിനെങ്കിൽ ചിലപ്പോ ശരിന്ന് എടുക്കാന്ന് കരുതി മൊത്തം അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറങ്ങി കണ്ടുട്ടോ. അച്ചൂസിന് ഈ ഏരിയ എന്നെ പോലെ തന്നെ നല്ല ഇഷ്ടമായി. കമ്പാർട്സ് ഒക്കെ കണ്ടിട്ട് അമ്മ നമുക്ക് ഇതൊക്കെ മേടിച്ചിട്ട് പോവാ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് ചിലപ്പോൾ ശരി എത്തുമ്പോഴത്തേക്കും തണുപ്പൊക്കെ വിട്ടാ ഒരു മാരിയാവില്ല, ഓർത്തൊന്നും വാങ്ങിയില്ല. കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാനും സൂര്യൻ കൂടെ മേടിച്ച് ഉണ്ണിയൊക്കെ കൊടുത്തു. അവനോൾക്ക് നല്ല ഇഷ്ടാവുമല്ലോ, പിസ്സ പോലെയൊക്കെ. അതെല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ചിലപ്പോൾ ശരി വീട്ടിലെത്തിയിട്ടോ. എപ്പോഴും പറയില്ലേ വീട്ടിൽ ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറുണ്ടാവുന്നു. ഇന്നിപ്പോ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊന്നുമില്ല ലേറ്റ് ആയിട്ട് തന്നെ കഴിച്ചുള്ളൂ കേട്ടോ. വൈകുന്നേരം ഉണ്ടായിട്ടും പറയാണ്ട് നമുക്ക് എന്താ പറയാ മന്തി മേടിച്ചു കൊടുത്തിട്ട് വെറുത്ത് സന്തോഷമായി. അപ്പൊ മേലെ ഭാഗത്തിരുന്ന് കഴിക്കാൻ വേണ്ടി അതൊക്കെ അവിടെ വിരിച്ച് റെഡിയാക്കിയൊക്കെയാണ് അച്ചൂസ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ജേർണൽ എഴുതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. സ്കൂളിൽ പോയി പഠിക്കുമ്പോ പോലും ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിരുന്ന് എഴുതിയണോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ ചിലപ്പോ നമ്മളെ ലൈഫില് എന്താ പറയാ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യൂലോ, ലൈഫിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്താലും 3-4 ദിവസം കഴിഞ്ഞാൽ ഞാനത് അവിടെ ഇടും, പിന്നീട് എനിക്ക് തിരിഞ്ഞ് നോക്കുകയും ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഈ ഒരു ട്രാക്ക് കയറിയപ്പോ ഇപ്പൊ ഒരു 4-5 മാസം എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മ കിട്ടണില്ല. എനിക്കത് ചെയ്യാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അതിന് തൊട്ടടുത്ത ദിവസം വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുകയാണ്, എനിക്ക് തോന്നുകയാണ്. അങ്ങനെ അത്ര അഡിക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിനോട്. അതുകൊണ്ട് എനിക്കൊരു ദോഷമില്ല, ഇനി മറ്റാർക്കും ഒരു ഉപദ്രവം ഇല്ല. ഇനി കണ്ടോ അത്രയും ബുക്കുകളല്ല, ഇനി 2 ഡയറികളുണ്ട്. അത് പിന്നെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നതാണ്. മാനിഫെസ്റ്റേഷനില് ഇന്ന ദൈവം ഇന്ന പ്രാർത്ഥന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അറ്റൻഡ് ചെയ്ത ആ ഒരു ക്ലാസ്സിൽ എല്ലാവിധ ആൾക്കാരും ഉണ്ടായിരുന്നു. ഒക്കെ അവനവന്റെ വിശ്വാസങ്ങളും പ്രാർത്ഥനകളിലും തന്നെയാണോ മുഴുകിയിരിക്കുക, അതാണ്ട് മറ്റുള്ളവരതൊന്നും അനുകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും കണ്ടന്റ് ഒന്നാണെന്ന് മാത്രം. ആ ഒരു ട്രാക്കിലാണ് നമ്മളെല്ലാവരെയും നമ്മുടെ ടീച്ചറമ്മയായാലും അല്ലെങ്കിൽ മറ്റുള്ളതുപോലുള്ള എന്താ പറയാ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാറുള്ളത്. ഞാനിപ്പോ ഈ ഡയറികൾ കാണിക്കുമ്പോഴേ ചിലർ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. ഈ ഡയറികൾ എനിക്ക് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്ന് വന്നതാണ്. അപ്പൊ അതിങ്ങനെ നല്ലൊരു കാര്യത്തിനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിട്ടോ. അപ്പൊ ഈ ഒരു ട്രാക്കിൽ കയറാത്തവർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് നിങ്ങൾ കമന്റ് ആക്കൂ. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ കുറേയും കൂടെ വിവരിച്ച് പറഞ്ഞുതരാം. അതുപോലെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകള് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ. പിന്നെ ഈ ഒരു ട്രാക്കിൽ കയറണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടും നമ്മൾ ട്രാക്കിൽ പെട്ടെന്ന് കയറിയിട്ടും കാര്യമില്ല. അതിന്റെ മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റണം. എന്താ വെച്ചാലേ നമുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ വളർന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരിലും ഉണ്ട് നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ ചെയ്തികളിലൊക്കെ ആ ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ടാവും. അത് മൊത്തത്തിൽ നമുക്ക് എന്താ പറയാ ക്ലെൻസിങ് ചെയ്യണം, മൈൻഡ് ക്ലെൻസിങ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് വരാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയേ. എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.